അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ആഷിർ ഉസ്താദിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. മോനെ ആഷി, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കണ്ടേ? ഒരു നിമിഷം ആഷി ഉസ്താദ് നെട്ടി. ഉപ്പ, അത് മോനെ ഇനിയും കാത്തു നിൽക്കാൻ ഉപ്പാക്ക് പ്രയാസമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു അവസ്ഥയിൽ എൻ്റെ മോൾ ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന സമയത്ത് എനിക്ക് മോനെ ഉപ്പ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. അല്ല മോനെ, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് മോനെന്താ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാത്തത്? അതെ, ശരിക്കും ഹാദിയോട് ഉപ്പാക്ക് ഭയം തോന്നിയിരുന്നു തൻ്റെ മകളുടെ കാര്യത്തിൽ. ആഷി ഉസ്താദ് പിന്നെ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ തൻ്റെ മകളുടെ കാര്യം വേണ്ടാതെ വെച്ചോ എന്നുള്ളൊരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ എത്രയായിട്ടും ആഷി ഉസ്താദ് ഇതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി പിന്നെ ആഷി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അതോ നമ്മളുടെ കുഞ്ഞിനെ കാലുകൊണ്ട് സുഖമില്ലാത്തതിനാൽ വേണ്ടെന്ന് വെച്ചോ? അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. അവൻ്റെ കൂട്ടുകാരൻ വന്ന് കൂട്ടുകാരനൊരു പെണ്ണ് കാണാൻ പോലും എല്ലാം കൂടി ആയിട്ട് തിരക്കിലായിരിക്കും. ഇൻഷാ അല്ലാ അവനിവിടെ കണ്ടുപോയതൊക്കെയല്ലേ, അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ റാഹത്തായിട്ട് തന്നെ നടക്കും. അങ്ങനെയാണ് ഉപ്പ അത് ആഷിക്ക് വിളിച്ചത്. എന്നാൽ ആഷിയുടെ മനസ്സിലും ചെറിയൊരു സങ്കടമുണ്ടായിരുന്നു. പെട്ടെന്ന് ഇതിൻ്റെ തിരക്കിലായി പോയപ്പോൾ അതല്പം മറന്നുപോയ പോലെ ആഷി ഉസ്താദിന് തോന്നിയിരുന്നു. എങ്കിലും എല്ലാം സെറ്റിൽഡ് ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു സമാധാനവും ഉണ്ടായിരുന്നു. മോനെ, നീ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ആഷി ഉസ്താദിനോട്? അതാ നമ്മുടെ ഹാദിയുടെ ഉപ്പ ചോദിക്കുന്നു. ഉപ്പ, അത് ഇൻഷാ അല്ലാ. മോനെ, ഇനിയും നീട്ടരുത്, അപേക്ഷയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പെട്ടെന്നൊന്ന് ഉപ്പ ഒരിക്കലുമില്ല, പെട്ടെന്നാവണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പിന്നെന്താ മോനെ, എൻ്റെ കൂട്ടുകാരൻ, മോനെ കൂട്ടുകാരൻ, അവൻ്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, അവൻ്റെ മറ്റൊരു പെണ്ണ് സെറ്റായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ. വീണ്ടും ഇവിടെയും വേറെയും പെണ്ണിനെ കാണാൻ പോയോ? എന്നാൽ അതാ ആഷി ഉസ്താദ് പറയുകയാണ്, ഉപ്പ ഞാൻ അങ്ങോട്ട് വരാം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോനെ, മോൻ എന്തായാലും വാ. നേരെ അതാ ആഷി ഉസ്താദ് ഉമ്മയുടെ അരികിലെത്തി. ഉമ്മ, മോനെ ഈ എവിടെ ഇരുന്നടാ? ഉമ്മ, ഞാൻ അവിടേക്ക് ഉണ്ടായിരുന്നു. അല്ല മോനെ, എന്താ ഇതിങ്ങനെ? ഇങ്ങനെ നീട്ടിടാൻ പറ്റുമോ? നമ്മൾ ഒരു കൂട്ടർക്ക് വാക്ക് കൊടുത്തിട്ട് ഇങ്ങനെ മിണ്ടാന്ന് അപ്പം ഇങ്ങനെ എനിക്ക് എങ്ങനെ എത്തിച്ച് ചെയ്യണ്ടേ? അല്ല മോനെ, എന്തായി സഫീറിൻ്റെ കാര്യമൊക്കെ? അവന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഉമ്മ, പെണ്ണിനെ ഇഷ്ടപ്പെടാമെന്നില്ല, പക്ഷേ അവന് വേറൊരു പെണ്ണുണ്ടല്ലോ ഉമ്മ. മോനെ, എന്നാൽ ഓൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അതല്ല നടത്തി കൊടുക്കേണ്ടത്. എന്നാൽ വീട്ടുകാരോടൊന്ന് തുറന്ന് പറഞ്ഞാൽ പോരെ? എൻ്റെ പൊന്നുമ്മ, എൻ്റെ വീട്ടുകാരെ പോലെ എല്ലാവരും ഉണ്ടാവുമോ? അത് കേട്ടപ്പോൾ അതാ ഐഷുവും പറഞ്ഞു, അതെ ഉമ്മ, ശരിയാണ്. നമ്മൾ ഇക്കാക്കാക്ക് നമ്മളെല്ലാ സപ്പോർട്ട് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലേ? ഇക്കാക്കാക്ക് ഇഷ്ടമുണ്ട് ഹാദിയനോടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ വീൽ ചെയറിൽ ഇരിക്കുന്ന അവസ്ഥ വരെ നമ്മൾ മറന്നിട്ട് ഇക്കാക്കാനെ കൊണ്ട്. മോളെ മിണ്ടല്ലേ? അതെ, ഐഷുവിൻ്റെ നേർക്ക് ഉമ്മ ചീത്ത പറഞ്ഞു. ഐഷു ശരിക്കും ഞെട്ടി. എന്തു ഉമ്മ? അല്ല മോളെ, അത് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നമുക്ക് ഇന്ന് ഈ സ്ഥിതി നടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഏത് സ്ഥിതിയിലാവും നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഹാദിയ മോളെ നമ്മൾ കണ്ടതാണ്, നല്ല മോളാണ്, ഒരു കുഴപ്പമില്ലാത്തതാണ്. അവൾക്ക് അവളുടെ ജീവിതത്തിൽ അങ്ങനെ പറ്റിപ്പോയ ദുരന്തമാണത് എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മോള് പറയാൻ പാടില്ല കേട്ടോ. ഉമ്മ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന്. ആണല്ലോ, അതാ പറഞ്ഞത്. അംഗീകരിക്കാൻ ഞാൻ പറ്റൂലല്ലോ, മക്കളുടെ ഇഷ്ടം അതാണ്. എൻ്റെ ആഷിക്ക് ഇഷ്ടമുള്ളത് എന്തോ ഞാൻ സമ്മതിച്ചു കൊടുക്കും. എനിക്ക് അങ്ങനത്തെ മനസ്ഥിതിയാണുള്ളത്. അതെ, എന്നാലാണ് അവരുടെ ജീവിതം നല്ല സന്തോഷത്തിലാകുക. ഉമ്മാൻ്റെ മോള് ഞാൻ അങ്ങനൊന്നും പറയരുതിട്ടോ. ഇല്ലുമ്മ, ഞാൻ പറഞ്ഞാൽ എനിക്ക് ഹാദിയെ ഒത്തിരി ഇഷ്ടമാണ്. ആഷി ഉസ്താദ് ഗൾഫിലേക്ക് പഠിക്കാൻ പോണ സമയത്തൊക്കെ എനിക്ക് ഹാദിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സത്യമായിട്ടും കല്യാണം ആയപ്പോഴൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എൻ്റെ ഇക്കാക്കാക്ക് ഹാദിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ അതെല്ലാം കേട്ട് ആഷി ഉസ്താദ്, എൻ്റെ റബ്ബെ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കണത്? അപ്പോൾ എന്നെക്കാളും ഇഷ്ടം നിങ്ങൾക്കൊക്കെയാണല്ലേ? അത് പിന്നെ ഇല്ലാതിരിക്കുമോ കാക്കുവോ? എൻ്റെ പൊന്നു കാക്കുവോ? എന്തായാലും
ഞങ്ങൾക്ക് ഓളെ തന്നെ മതി, നമുക്ക് വേഗം നിക്കാഹ് ആക്ക് കാക്കൂ, എന്താ പ്ലീസ്, എനിക്ക് തീരെ വെയിറ്റ് ചെയ്യാൻ കഴിയണില്ല. എൻ്റെ പെണ്ണേ, എൻ്റെ കൂടപ്പുറപ്പ് പോലെ നടക്കുന്ന ആളാണ് സഫീർ. അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമില്ലാതെ നമ്മൾ സന്തോഷം മാത്രം കണ്ടെത്തിയാൽ എന്തൊരു കൂട്ടുകാരെന്നുള്ള പേരിന് വല്ല അർത്ഥമുണ്ടോ എൻ്റെ പെണ്ണേ? എന്നാൽ ഉമ്മ പറഞ്ഞു, മോനെ ആശി, കൂട്ടുകാരൻ്റെ കല്യാണം ശരിയാണ്, അതും വേണം. പക്ഷെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട് ഇവിടെ, അത് നീ മറക്കരുത്. ആ കുട്ടിയുടെ പഠനം എന്തൊക്കെയോ ആ കുട്ടി വിചാരിച്ചതാണ്. നിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയും ചെയ്യും. എന്താ മോനെ, ഇനി അധികം വൈകിപ്പിക്കല്ലേ. ഉപ്പയും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്, എന്താ ആഷിൻ്റെ വിചാരം എന്നുള്ളത്. എന്നാൽ ആഷിക്ക് വല്ലാത്തൊരു സങ്കടമായി. കാരണം ഒന്നുമല്ല, സഫീറിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. ഉമ്മ ഞാനിപ്പോൾ വരാം കേട്ടോ. മോനെ എങ്ങോട്ടാ? ഉമ്മ ഒരിടം വരെ, ഞാനിപ്പോൾ വരാം. നേരെ പോയത് ഹാദിയുടെ വീട്ടിലേക്കായിരുന്നു ആഷി. പോകുന്ന വഴിയിൽ സഫീറിനെ വിളിച്ചു. ഹലോ, ആഷി. സഫീർ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ടൗണിൻ്റെ ഭാഗത്തേക്ക് വാ, ഞാനിവിടെ ഉണ്ട്. എന്താടാ? ഒന്നുമില്ല, ഒന്ന് വാ. അങ്ങനെ അതാ സഫീർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പെട്ടെന്ന് ഉമ്മ, സഫീർ എങ്ങോട്ടാ? ഇനി നീ അവൻ്റെ ഓരോ കെണികളിൽ പെട്ട് ഓരോന്നിൽ വീഴാൻ നിൽക്കണ്ട. ആഷി എന്ന പേരിലൊരുത്തൻ്റെ, നിനക്കിപ്പോൾ ഒരു കല്യാണം ഏകദേശം ഇവിടെ സെറ്റായതാണ്, അത് നീ മറക്കണ്ട. എന്നാൽ സഫീർ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്താടാ ഞാൻ പറഞ്ഞ നിനക്ക് പിടിച്ചില്ലേ? പെട്ടെന്ന് ജസീർ അങ്ങോട്ട് കടന്നു വന്നു. ഉമ്മ, അല്ലെങ്കിലും വീട്ടുകാരും ജ്യേഷ്ഠനും ഉമ്മയൊന്നും പറയുന്നതല്ല അവനക്ക് വലുത്, അവനക്ക് മറ്റുള്ളവരൊക്കെ പറയുന്നതാ. എന്നാൽ സഫീർ തിരിഞ്ഞ് നിമിഷം പറഞ്ഞു, ഉമ്മ, എനിക്കെല്ലാവരും പറയുന്നതും വലുതാണ്, പക്ഷേ എൻ്റെ വല്യമ്മ, എൻ്റെ ഉമ്മമ്മ, അതെനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് നിങ്ങൾ അവരെ കൊണ്ടുപോയിട്ടതൊക്കെ. ഒരിക്കൽ പോലും എനിക്കത് അതിനപ്പുറമില്ലല്ലോ വേറൊന്നും. അവൻ കണ്ണീരോടെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആഷി പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. എന്നാൽ ഈ സമയം ജസീർ പറഞ്ഞു, ഉമ്മ, ആ മറ്റോനുണ്ടല്ലോ കൂടെ നടക്കണേ, അവൻ എന്തൊക്കെയോ ഓനെ കെണിയിൽ പെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത്? എന്നാൽ ഈ സമയം അതാ ആഷി ഉസ്താദും സഫീറും ഒരുമിച്ച് കൂടി ടൗണിൽ വെച്ച്. ആഷി, എന്താ നീ വല്ലാണ്ടായിരിക്കുന്നല്ലോ? ഒന്നുമില്ലടാ, വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്നെ അവിടെ തടവിലാക്കപ്പെട്ട പോലെ ഇറങ്ങുമ്പോഴേക്കും ചോദിക്കുക എങ്ങോട്ടാ എവിടേക്കാ എന്താന്നുള്ളത്. ഞാനെന്താ ജയിൽ പുള്ളിയാണോ? ഏയ്, അതൊന്നും സാറില്ല, നമുക്ക് ഹാദിയുടെ വീട്ടിലേക്കൊന്ന് പോകണം. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടാ. എന്താടാ പ്രത്യേകിച്ച്? ഒന്നും ഉണ്ടായിട്ടല്ല, അവർ എന്നെ വിവാഹത്തെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ നിൻ്റെ അവസ്ഥ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം ഇല്ല, അതുകൊണ്ടാണ്. ഏയ് അതാണോ? എന്നാൽ ഞാൻ വരണോ? അങ്ങനെ അതാ ആഷി ഉസ്താദും സഫീറും ഹാദിയുടെ വീട്ടിലേക്ക് പോകുന്നു. അതെ, ഉപ്പയുമായി സംസാരിക്കണം എന്ന് പറഞ്ഞതാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കൊട്ടാര സമാനമായ വീട്ടിലേക്ക് അതാ നമ്മുടെ സഫീറും ആഷിയും പുറപ്പെടുന്നു. എന്നാൽ ഉപ്പ അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല. ആ മക്കളെ കയറി വരി. അസ്സലാമു അലൈക്കും ഉപ്പ. വലൈക്കും അസ്സലാം. മോനെ ഇരിക്കേ. ഞാൻ വിളിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ മോനെ ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ലുപ്പ. അല്ല മക്കളെ, നിങ്ങൾക്ക് പോകാനായി തുടങ്ങിയില്ലേ? അല്ല, നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കണ്ടേ? നിങ്ങൾ ആ കോഴ്സ് എടുത്തവരല്ലേ, 4 വർഷത്തെ കോഴ്സ് നിങ്ങൾക്ക് പൂർത്തിയാക്കണ്ടേ? ക്ലാസ് തുടങ്ങാനായില്ലേ? അല്ല, ഞാൻ പറയുന്ന ഒന്നും കൊണ്ടല്ല, നിങ്ങളീ നടന്നാൽ കാര്യങ്ങൾ നടക്കുമോ? നമുക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യണ്ട മോനെ. അല്ല മോനെ സഫീർ, മോൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഉപ്പ അതൊന്നും കാക്കണ്ട. കാരണം നമുക്ക് എന്താ ഏതാ എങ്ങനെയൊന്നും അതൊന്നും പറയാൻ പറ്റൂല, പഠിച്ചവൻ്റെ വിധി. പക്ഷേ മനസ്സിനുള്ളിൽ നമുക്ക് ആഗ്രഹിച്ചത് കിട്ടാഞ്ഞാൽ വലിയ പ്രയാസമാണിപ്പാ. എന്നാൽ ആ ഉപ്പയും ചിലതൊക്കെ തീരുമാനിക്കുന്നു. ആഷിയെ വിളിച്ചു. ആഷി, ആ ഉപ്പ, ആഷി, ഞാൻ ഒരു കാര്യം പറയാണ്. എന്ത് വന്നാലും വേണ്ടില്ല, ആദ്യം മോളുടെ നിക്കാഹ് പെട്ടെന്ന് നടത്തണം എനിക്ക്. എൻ്റെ മോള് കാരണം ഒരു വിവാഹത്തിൽ അവൾ വല്ലാതെ അങ്ങ് ടയേർഡായിപ്പോയി എൻ്റെ കുട്ടി. അതിനിടയ്ക്ക് അവൾക്ക് ഇങ്ങനൊരു സമ്മാനവും കിട്ടി. അത് അവനെതിരെ ഒരിക്കൽ പോലും ജാമ്യമില്ലാത്ത കേസാണ് ഞാൻ കൊടുക്കാനിരിക്കുന്നത്. പക്ഷേ എൻ്റെ മോള് പറയുന്നത്, ഉപ്പ വേണ്ട ഉപ്പ, അതെന്നെ ഉപദ്രവിച്ചതായിക്കോട്ടെ, അവർ സുഖമായി ജീവിച്ചോട്ടെ, ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടല്ലോ ഉപ്പ, അതാണ് മോള് പറയുന്നത്. പിന്നെ ഞാൻ എന്താ പറയുക?
ശരിക്കും ആഷി ഉസ്താദിന് വല്ലാത്ത വേദനയായി. ഉസ്താദ് ആലോചിച്ചു. ഉപ്പ ഞാൻ അതേ മോനെ, പെട്ടെന്ന് നിക്കാഹ്, പിന്നെ സഫീറിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കാം. സഫീറിൻ്റെ അവൻ പറഞ്ഞല്ലോ എനിക്കിഷ്ടമാണ്, പക്ഷെ എന്താ ചെയ്യാന്ന്. അതെ, അവനക്ക് ഇഷ്ടമാണെങ്കിൽ അത് തന്നെ നടത്തി കൊടുക്കണം. ഇൻഷാ അല്ലാ രണ്ടുപേരുടെയും നിക്കാഹ് ഒരു ദിവസം, അതെ നമുക്ക് നല്ലൊരു നഴ്സില്ലാത്ത ദിവസം നോക്കിയിട്ട് ഉസ്താദിനോട് ഡേറ്റ് നോക്കിയിട്ട് നമുക്കന്ന് ഫിക്സ് ചെയ്യാം. നിക്കാഹ് അന്ന് എൻ്റെ ആഷിയുടെയും അതെ സഫീറിൻ്റെയും നിക്കാഹ് ഒരേ ദിവസം ഒരു വേദിയിൽ വെച്ച് നടത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരെ മോൻ പറഞ്ഞ റിസ്വാന വക്കീലിൻ്റെ ഉപ്പയോടൊന്ന് ഞാൻ സംസാരിച്ചോളാം കേട്ടോ. കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻഷാ അല്ലാ വേറൊന്നും വിചാരിക്കേണ്ട, ഭംഗിയായി നടക്കണം എല്ലാം. ഇനിയിപ്പോൾ അവരുടെ വീട്ടുകാർ വലിയ പ്രശ്നമുണ്ടാക്കാൻ വരികയാണെങ്കിലും നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കണം. ഒരു കുട്ടിക്കും അത് എതിർക്കാൻ പാടില്ല. കാരണം എൻ്റെ മോൾ അത്യധികം ഉപദ്രവിച്ച സ്ഥിതിക്ക് ഒരു പക്ഷേ സഫീറിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ മറ്റൊരു പെണ്ണ് കടന്നു വരികയാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവളുടെയും സ്ഥിതി. അതുകൊണ്ട് ഒരു കുട്ടിക്കും ആ സ്ഥിതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതാ നമ്മുടെ സഫീറിനെ കൊണ്ട് അവൻ ആഗ്രഹിച്ച പെണ്ണിനെ നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കണം. അവരെ ഞാൻ ഇവിടെ നിർത്തും. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എത്രയോ അധികം സ്ഥലങ്ങൾ എനിക്കുണ്ട്, റൂമുകളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്. അത് അവരെ ഞാൻ സംരക്ഷിക്കും. പോലീസ് പ്രൊട്ടക്ഷനോടെ ഒരു കുട്ടി അവരെ തൊടില്ല. സത്യമായിട്ടും ഞാൻ അവളുടെ പിതാവിനോടൊന്ന് സംസാരിക്കട്ടെ കേട്ടോ. എന്നാൽ അത് കേട്ടപ്പോൾ ആഷി ഉസ്താദിന് വല്ലാത്ത സന്തോഷമാണ് ആയത്. അതേ ഹാദിയുടെ ഉപ്പ, റബ്ബേ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്, പ്രത്യേകിച്ച് സഫീറിന്. കാരണം ജസീർ ഒന്നിനും അടിക്കാത്തതാണ്. ഞാൻ ഹാദിയെ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ ആദ്യ ഭാര്യ വിവാഹം കഴിച്ചെന്നുള്ള രീതിയിൽ അവൻ പ്രശ്നമുണ്ടാക്കും. പോരാത്തതിന് സഫീർ അത് അവളെ വിവാഹം കഴിക്കുമ്പോഴും പ്രശ്നമാകും. അതുകൊണ്ട് അവനെതിരെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ തന്നെ വേണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഉപ്പ അങ്ങനെ അതാ സഫീറിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു. മോൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. മോൻ്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അതുതാ ഞാൻ നടത്തിത്തരും കേട്ടോ. എന്നാൽ സഫീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആ ഉപ്പയുടെ കൈകൾ പിടിച്ച് കരഞ്ഞു. ഉപ്പ മോന് കരയണ്ട, മോൻ്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം ഞാൻ നടത്തിത്തരും കേട്ടോ. മോനൊന്നുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. ഉപ്പയുണ്ടടാ കൂടെ, ഉപ്പയുണ്ട് കേട്ടോ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. കുട്ടിയുടെ മനസ്സിനുള്ളിലെ ഇഷ്ടങ്ങൾ ഞാൻ നേടിത്തരും മോനെ. നിനക്കറിയുന്നതല്ലേ എൻ്റെ മോള് എത്രമാത്രം. ഉപ്പ എനിക്കറിയാം, എനിക്ക് എൻ്റെ ഇത്താത്തയെക്കുറിച്ച് നന്നായിട്ടറിയാം, എനിക്കെല്ലാം അറിയാം. അതെ മോനെ, നീ ആയിരുന്നില്ലേ അല്പമെങ്കിലും അവൾക്ക് സ്നേഹം നൽകിയിരുന്നത്. പിന്നെ ആ ഒരു വല്യമ്മയും അവരെയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കില്ലേ. എന്താണ് റബ്ബേ, പൊന്നുമോൻ വിഷമിക്കണ്ട. മോന് വേണ്ടതെല്ലാം ഉപ്പ എനിക്കൊന്നുമല്ല. പണമുണ്ട്, സമ്പത്തുണ്ട്, സ്വത്തുണ്ട്. പക്ഷേ സ്വന്തം വീട്ടിലെ ജ്യേഷ്ഠനും ഉമ്മയും ഈ സ്വഭാവക്കാരായി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ട. മോൻ ആരും തൊടില്ല കേട്ടോ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അതെ, ശരിക്കും ഹാദിയുടെ പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ആയത്. മോനെ, ഞാൻ അവളുടെ പിതാവിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചോളാം കേട്ടോ. മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ശരിക്കും സഫീറിന് വല്ലാത്ത സന്തോഷമായി. ആ പിതാവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു പോയവൻ. ഉപ്പ, നിങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ സ്ഥാനത്താണ്. അതെ, എൻ്റെ ഉപ്പയാണ് നിങ്ങൾ. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാത്തിനും എനിക്ക്. പക്ഷേ എൻ്റെ ഉപ്പയെയും അവർ എതിർക്കുകയായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയെ വളരെയധികം മോശകരമായ രീതിയിലായിരുന്നു എപ്പോഴും ചിത്രീകരിച്ചിരുന്നത്. അതെ, എൻ്റെ വീട്ടിലെ കാര്യക്കാരി എൻ്റെ ഉമ്മയാണ്. അതെ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയവുമാണ്. എല്ലാം ഉമ്മയുടെ പേരിലങ്ങ് എഴുതി വാങ്ങി. പിന്നീട് ആർക്കെങ്കിലും അവിടെ സ്ഥാനമുണ്ടോ? പിന്നെ എഴുതി വാങ്ങിയ സ്വത്ത്. അതുകൊണ്ട് ഉമ്മ അമ്മാനമാടുകയാണ്. എല്ലാവരെയും കാൽ കീഴിലിട്ട് ചവിട്ടരക്കുകയാണ്. അല്ലാ, എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം നീ നന്നാക്കി കൊടുക്ക്. ശരിക്കും അതെ, സഫീർ ആ പിതാവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. മോൻ കരയല്ലേ, മോൻ്റെ പിതാവായിട്ട് ഞാനുണ്ട്. പിന്നെ മോൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിത്തരും. നമുക്ക് ഈ ഒരു മുറ്റത്ത് വെച്ച് കാര്യങ്ങളെല്ലാം നടത്തണം കേട്ടോ. ഈ മുറ്റം പോരെ, നമുക്ക് ഇഷ്ടം പോലെ വിശാലമായ മുറ്റമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വെച്ച് എല്ലാം നമുക്ക് സുഖസുന്ദരമായി സന്തോഷത്തോടു കൂടി നടത്തണം കേട്ടോ. ഇൻഷാ അല്ലാ. ആ പിതാവിൻ്റെ വാക്കുകൾ വളരെയധികം ആശ്വാസമാണ് സഫീറിന് ഏകിയത്. ആഷി ഉസ്താദിനും വല്ലാത്ത സന്തോഷം. എന്നാൽ അകത്തൊരാൾ ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ ഹാദിയ.
അവൾ ഇതൊന്നും അറിയുന്നില്ല. പുറത്ത് നല്ല ചർച്ചയും സംസാരവും. പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. അല്ല, ആരാണ് പഠിച്ചോനേ? ഇതെന്താ മിണ്ടാതെ? വല്ലാത്തൊരു പുതുമ റബ്ബേ. നമ്മളെ പൊയ്യാപ്പിള കുട്ടി ആകേണ്ട കുട്ടികളാണ് മക്കളെ നിങ്ങൾ. അല്ല, നിങ്ങൾ മിണ്ടാതെ എപ്പോഴും എന്താണ് നിങ്ങൾ മുന്നറിയിപ്പും കൂടാതെ വന്നത്? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ? എന്നാൽ ആഷി ഉമ്മയെ വിളിച്ചു. ഉമ്മ ഇപ്പോൾ ഒന്നും വേണ്ട. അല്ല, അത് പറഞ്ഞ പറ്റില്ലല്ലോ. പെട്ടെന്ന് അതാ അകത്തേക്ക് ഓടി ഉമ്മ. മോളെ ഹാദിയാ, മോളെ. എന്താ ഉമ്മ? മോൾക്ക് എന്താ പണി? ഉമ്മ, ഞാനിവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ. മോളെ ഒന്നിങ്ങോട്ട് വന്നേ. അങ്ങനെ അത് എന്തോ ഉമ്മ, അർജൻറ്റാണോ? ആ മോളെ. അവൾ വീൽ ചെയർ തള്ളിക്കൊണ്ട് മോളെ ആ ഡൈനിങ് ഹാളിലേക്ക് പോയിട്ട് എന്നാ മോളെ അവിടെ ഇതൊന്ന് ഉപ്പാവ് കൊണ്ടുപോയി കൊടുത്തേ. കുറച്ച് സ്വീറ്റ്സ് എടുത്ത് അവളുടെ വീൽ ചെയറിലിരിക്കുന്ന അവളുടെ കൈകളിലായിട്ട്. ഉമ്മ ഇതെന്തിനാ? ഉപ്പ കൊണ്ടുപോയി കൊടുക്കും മോളെ. അങ്ങനെ അതാ ഉമ്മ അവളെ പറഞ്ഞയക്കുന്നു. അതെ, നല്ല സ്പെഷ്യൽ സ്വീറ്റ്സ് ആയിരുന്നു ഉമ്മ ഉണ്ടാക്കിയിരുന്നത്. അതുമായി അവൾ ഉപ്പാ എന്ന് വിളിച്ച് അതാ കോലായുടെ ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഉപ്പാ. ആ മോളെ ഇങ്ങോട്ട് വാ. അതെ, അവൾ അതും തള്ളി അങ്ങോട്ട് എത്തിയപ്പോൾ ഞെട്ടിപ്പോയി. റബ്ബേ, ആദ്യം തന്നെ കണ്ടത് സഫീറിൻ്റെ മുഖമായിരുന്നു. ആ ഹാദി എന്ന് പറഞ്ഞു. ആ സഫീർ, അല്ലാ. ആഷി. പെട്ടെന്ന് ആഷി ആ തൂണിൻ്റെ മറവിൽ നിന്നും അതാ അവൻ്റെ മനോഹരമായ പുഞ്ചിരിയോടെ ഹാദിയെ നോക്കി. ഹാദി ശരിക്കും ഞെട്ടി. റബ്ബേ പഠിച്ചോനെ, ഇതെപ്പോ എന്നുള്ള രീതിയിൽ അവൾ ഉസ്താദിനെ നോക്കി. സത്യം പറഞ്ഞാൽ അതെ, ആഷി ഉസ്താദിൻ്റെ മുഖം കണ്ടപ്പോൾ അവൾ നാണത്താൽ തല താഴ്ത്തി. ആഷി ഉസ്താദിനും വല്ലാത്ത നാണം. പെട്ടെന്ന് ഉപ്പ പറഞ്ഞു, ഇനി നാണിക്കൊന്നും വേണ്ട, നിക്കാഹാണ്. 3-4 പേരുടെ നിക്കാഹ് ഒരുമിച്ച് നടത്തുകയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ അവരെല്ലാവരും ഒത്തിരി സന്തോഷിച്ചു. അതെ, അതിനു മുമ്പായിട്ട് ആഷി ഉസ്താദ് അതെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. സഫീറും അതെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. ഒരു നിമിഷം അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, പഠിച്ചവനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ റിസ്വാനയുടെ ഉപ്പയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കാഹിൻ്റെ കാര്യം പെട്ടെന്നങ്ങ് റെഡിയാകും. അതെ, സന്തോഷകരമായ ജീവിതം അവർക്ക് 4 പേർക്കും ഒരുമിച്ച് വേണമെന്ന് തന്നെയായിരുന്നു ആഷി ഉസ്താദിൻ്റെയും ആഗ്രഹം. ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.